വസതിയിലേക്ക് നിരവധി ആളുകൾ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ആണ് തലയോലപ്പറമ്പിലെ വസതിയിലേക്ക് എത്തുന്നത്. ബന്ധുക്കൾ കണ്ണീരോടെ വിട നൽകുകയാണ്. പ്രദേശവാസികൾ, അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ആ കുടുംബത്തെക്കുറിച്ച് നല്ലത് മാത്രം ആണ് പറയുന്നത്. വലിയ കഷ്ടപ്പാടിൽ ജീവിച്ചു വന്നിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ പ്രധാന ആശ്രയം കൂടിയായിരുന്നു ബിന്ദു എന്ന് പറയുമ്പോൾ അതൊരു നാടിൻ്റെ തന്നെ നോവായി മാറുന്നു. മലയാളികളുടെ ഒന്നടങ്കം നൊമ്പരമായി മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. ആരോഗ്യ കേരളത്തെക്കുറിച്ച് നമ്മൾ അഭിമാനത്തോടെയാണ് പറയാറുള്ളത് എങ്കിൽ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ നിരവധിയായ രോഗികളെ പാർപ്പിച്ചിരുന്നു എന്നത് ആ അനാസ്ഥയെ തള്ളിക്കളയാൻ സാധിക്കില്ല. അവിടെയുണ്ടായ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ബിന്ദുവിനെ ആണ് നമുക്ക് നഷ്ടമായുള്ളൂ. അല്ല എങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ അപകടം ആണ് അവിടെ നടക്കേണ്ടിയിരുന്നത്. നിരവധി ആളുകൾ, നിരവധി രോഗികൾ ഉണ്ടായിരുന്ന വാർഡിനോട് ചേർന്നുള്ള ഭാഗം ആണ് തകർന്നു വീണത്. അവിടുത്തെ പ്രധാന സീനിയർ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ കെട്ടിടം പുറത്തേക്ക് തള്ളി വീണു എന്നതുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു അപകടം ഒഴിവാക്കപ്പെട്ടത്. അത് ഉള്ളിലേക്കായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സാഹചര്യം എന്ന് പറയുന്നു. അവിടെയാണ് ബിന്ദുവിൻ്റെ വേർപാട് ഒരു നാടിൻ്റെ ഒന്നാകെ വേദനയായി മാറുന്നത്. ഇപ്പോൾ ബിന്ദുവിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 12 മണിയോടുകൂടി ഒരുപക്ഷെ 11 മണി കഴിഞ്ഞേക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. വിശദാംശങ്ങളുമായി ഡാനി ആണ് ചേരുന്നത്. ഡാനി, നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കുന്നു. 11 മണിക്ക് തന്നെ ചടങ്ങ് നടക്കുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് മരണപ്പെട്ട ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. മതപരമായ ചടങ്ങുകളോടെയാണ് സംസ്കാരം നടത്തുക. നിരവധി ആളുകൾ ആണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോൾ തലയോലപ്പറമ്പിലെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണീരിൽ കുതിർന്ന യാത്രയേപ്പാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം നൽകുന്നത്. ഒരു കുടുംബത്തിൻ്റെ പ്രധാന ആശ്രയമായിരുന്നു, അത്താണിയായിരുന്നു. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ഒരു കുടുംബം, മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിൽ ഒക്കെ ബിന്ദുവിന് പ്രധാനപ്പെട്ട റോളുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളും അയൽവാസികളും ബന്ധുക്കളും എല്ലാവരും പറയുന്നത്. ഇപ്പോഴും ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കുടുംബം കരകയറിയിട്ടില്ല. അതിനിടയിലാണ് ബിന്ദുവിനെ തേടി ഇത്തരത്തിൽ ഒരു അപകടം എത്തുന്നത് എന്നുള്ളതാണ്. അനാസ്ഥയിൽ പൊലിഞ്ഞ ജീവനാണ് ബിന്ദുവിൻ്റേത്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ കടുത്ത വിമർശനം ആണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. കുടുംബവും ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അപകടമുണ്ടായ സമയത്ത് അധികൃതർ പറഞ്ഞതല്ല അവിടെ നടന്നത് എന്ന് കുടുംബം ആവർത്തിക്കുന്നു. മന്ത്രിമാർ പറഞ്ഞത് അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒഴിപ്പിക്കപ്പെട്ട ഒരു വാർഡിലല്ല ഈ അപകടം ഉണ്ടായത് എന്ന് കുടുംബം പറയുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ കടുത്ത അനാസ്ഥ സംഭവിച്ചു എന്നതിൽ മാറ്റമില്ല. ഉപയോഗിച്ചിരുന്ന ശൗചാലയങ്ങൾ തന്നെയാണ് തകർന്നു വീണത് എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ അടച്ചിട്ടിരുന്ന പ്രദേശം എന്നുള്ളതായിരുന്നു നേരത്തെ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. അവിടെ വാർഡിൽ നിരവധി ആളുകളുണ്ടായിരുന്നു. അപകടത്തിന് ശേഷം മാത്രമാണ് വാർഡിൽ നിന്ന് അവരെ മാറ്റിയത് എന്നതൊക്കെ വലിയ അനാസ്ഥയുടെ, കെടുകാര്യസ്ഥതയുടെ സൂചകങ്ങളായി മാറുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ സംവിധാനത്തിൽ ഒട്ടേറെ പിഴവുകൾ ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചത് ആരോഗ്യ കേരളം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളടക്കം ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ വാങ്ങിച്ചു നൽകേണ്ട സാഹചര്യമുണ്ട്. അതൊരു സംവിധാനത്തിൻ്റെ പിഴവാണ്, ബ്യൂറോക്രാറ്റുകളുടെ പിഴവാണ് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആവർത്തിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. ഇവിടെയും അത്തരത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ, കെട്ടിടത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ, ആളുകളുടെ ജീവൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലൊക്കെ വീഴ്ച സംഭവിക്കുന്നു നമ്മുടെ സംവിധാനത്തിന് എന്നത് തന്നെയാണ് ഈ മരണത്തിലൂടെ വ്യക്തമാകുന്നത്. തീർച്ചയായും നേരത്തെ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആശുപത്രിയാണ്. മികച്ച ആതുര സേവന കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സ ലഭിക്കുന്ന ഇടമാണ് എന്ന് പറയുമ്പോഴും അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായ അനാസ്ഥ, വീഴ്ച, ആ വീഴ്ചയിൽ ഒരു ജീവൻ പൊലിയുന്നു എന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴിതാ
കണ്ണീരോടെ കുടുംബം യാത്രയയപ്പ് നൽകുകയാണ്. ഒരു നാടിൻ്റെ നോവായി ബിന്ദു മാറിയിരിക്കുന്നു. ബിന്ദുവിന് യാത്രാമൊഴിയേക്കുകയാണ് കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാറായോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 12 മണിയാകും സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അതിനു മുൻപായിട്ട് മറ്റ് ജനപ്രതിനിധികളുമടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് തുടങ്ങിയവരിവിടേക്ക് വൈകാതെ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ 12 മണിയോടുകൂടി ആയിരിക്കും എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഈ കാണുന്നത് വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പേർ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. നേരത്തെ ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തിയിരുന്നു. ജില്ലാ കളക്ടർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് കൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അദ്ദേഹം അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. ഏത് രീതിയിലുള്ള ഒരു വീഴ്ച അവിടെ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏത് രീതിയിലുള്ള പരാതികൾ ബിന്ദുവിൻ്റെ കുടുംബത്തിനുണ്ടോ എന്നതും അദ്ദേഹം നേരിട്ട് ഇപ്പോൾ ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും റിപ്പോർട്ട് നൽകുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ തലയോലപ്പറമ്പ് ബിന്ദുവിൻ്റെ വീടും പരിസരവും നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. ഏതാണ്ട് 8 മണിയോടുകൂടി തുടങ്ങിയ ആ ഒരു നടപടികൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ഇവിടേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്നു. പലരും ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന അയൽപ്പക്കത്തുള്ള ആ ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങളുടെ യാത്ര പറഞ്ഞുകൊണ്ടാണ് ബിന്ദു ഇവിടെ നിന്ന് കടന്നു പോയത്. ഈ രീതിയിലേക്ക് തിരിച്ചു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആരെങ്കിലും ആ രീതിയിൽ കരുതാൻ കഴിയുമോ? ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് മനുഷ്യർ വിശ്വസിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് അടക്കം പോകാൻ കഴിയുന്നത്? ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നിടത്ത് നിന്ന് അവിടെ നിന്ന് ജീവനറ്റ് വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലും കാര്യങ്ങളും എല്ലാവരുടെ വാക്കിലും നിറയുന്നുണ്ട്. മാത്രവുമല്ല, അവരെടുത്തു പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട്. മക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി, മക്കളെ പോറ്റുന്നതിന് വേണ്ടിയാണ് അവർ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. മക്കളെ സ്കൂളിൽ അയക്കുന്നതിന് വേണ്ടി, തുടർന്ന് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതിൻ്റെ ചിലവുകൾക്ക് വേണ്ടി എല്ലാം തന്നെ അവർ ഈ ജീവിതം, ഈ കാലം അത്രയും തന്നെ അവർ അഹോരാത്രം പണിയെടുക്കുകയായിരുന്നു. തുണിക്കടയിൽ പോയി അവിടെ നിന്നുകൊണ്ട് പിന്നീട് മറ്റ് ജീവനോപാധികൾ അന്വേഷിച്ച് അങ്ങനെ കഴിഞ്ഞ് കുറേ നാളുകളായി ഈ രീതിയിലുള്ള അവരുടെ ഒരു മുന്നോട്ട് പോക്ക് തന്നെയായിരുന്നു, അവരുടെ ഒരു അതിജീവനം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മക്കളെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുക, കൈപിടിച്ചുയർത്തുക എന്നത് മാത്രമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഏക ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയായിരുന്നു അവർ മുഴുവൻ സമയവും ഈ രീതിയിലേക്ക് ജോലിയെടുക്കുന്ന രീതിയിലേക്ക് അടക്കം മാറിയിരുന്നത്. അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. കാരണം മകൻ എൻജിനീയറിംഗ് കഴിഞ്ഞ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കൊച്ചിയിൽ ജോലി നേടി അവൻ ആദ്യ ശമ്പളം